ഹലോ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിനെ പറ്റിയോ ഒരു സ്ട്രാറ്റജിയെ പറ്റിയോ ഉള്ളൊരു വീഡിയോ അല്ല, പക്ഷേ മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അതായത് എൻ്റെ ഒരു ട്രേഡിംഗ് റൊട്ടീൻ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്, നെക്സ്റ്റ് ഡേയിൽ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ പ്രിപ്പറേഷൻസും ബാക്ക്ഗ്രൗണ്ട് വർക്കും ഒക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എന്തൊക്കെയാണ് എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്, ഏത് സമയത്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. ഓക്കെ, നിങ്ങൾ പലപ്പോഴും പല രീതിയിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അതും എനിക്കറിയാൻ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കൂ, ഞാനും അത് ചെക്ക് ചെയ്യാം. നല്ലതാണെങ്കിൽ എനിക്കും അഡോപ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. ഞാൻ യൂഷ്വലി എൻ്റെ ഒരു ട്രേഡിംഗ് തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കലി ആ ദിവസമല്ല, ട്രേഡിംഗ് ഡേയിലല്ല, ട്രേഡിംഗ് ഡേക്ക് തലേ ദിവസം സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഒരാഴ്ച മുന്നേ സ്റ്റാർട്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫ്രൈഡേ ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫ്രൈഡേ 3:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്ലോസ് ആവും അല്ലേ? അപ്പോൾ ഫ്രൈഡേ 3:30 മാർക്കറ്റ് ക്ലോസ് ആയതിന് ശേഷം പിന്നീട് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഒരു സൺഡേ സൺഡേ നൈറ്റ് 2:30 ഒക്കെ ആവുന്ന സമയത്ത് ഞാൻ ആ ഒരു 1 വീക്കിൻ്റെ ഫുള്ളായിട്ടൊരു അനലൈസ് ചെയ്യും. വരാൻ പോകുന്ന ഒരു 1 വീക്കിൻ്റെ ഫുള്ളായിട്ട് അനലൈസ് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ പ്രെയർ വീക്കിൻ്റെ ട്രേഡ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ അനലൈസ് ചെയ്യും. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് പ്രെയർ വീക്കിൻ്റെ ട്രേഡ് ഞാൻ ഫുള്ളായിട്ട് അനലൈസ് ചെയ്യും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മിസ്റ്റേക്സും അതുപോലെ നമ്മൾ എന്താണ് പോസിറ്റീവായിട്ട് ചെയ്തത്, എന്ത് വർക്ക് ചെയ്തു, എന്ത് വർക്ക് ചെയ്തില്ല എന്നുള്ളൊരു വീക്ക്ലി ബേസിസിൽ ഒരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നീട് നമ്മൾ നെക്സ്റ്റ് 1 വീക്കിൽ വരാനുള്ള ഇവൻറ്റ്സ് എന്താണ്, നെക്സ്റ്റ് 1 വീക്കിൽ എന്തൊക്കെ ന്യൂസസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം, വരാനുള്ള ന്യൂസ് ആൻറ്റിസിപ്പേഷൻ അനുസരിച്ച് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ കഴിഞ്ഞ വീക്കിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിൽ വെനസ്ഡേ നമ്മുടെ മോണിറ്ററി പോളിസി ഉണ്ടായിരുന്നു. അപ്പോൾ മോണിറ്ററി പോളിസി എങ്ങനെ അയക്കാം, പിന്നെ ട്രംപ് ഇന്ത്യ താരിഫ് യുദ്ധം അതെങ്ങനെ അയക്കാം, ഇങ്ങനെയുള്ള ആൻറ്റിസിപ്പേഷൻ്റെ ബേസിൽ കുറച്ചൊരു ഐഡിയാസ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ സൺഡേ ഒരു നൈറ്റ് 11 അല്ലെങ്കിൽ 11:30 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൺഡേ നമുക്ക് ട്രേഡ് എടുക്കണമല്ലോ. അപ്പോൾ മൺഡേ ട്രേഡ് എടുക്കുന്ന ഒരു ഇതിലെന്ത് ചെയ്യുന്നതെന്ന് പറയാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതിപ്പോൾ വീക്ക്ലി സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. വീക്ക്ലി സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക് എൻഡ് ചെയ്തു, നെക്സ്റ്റ് വീക്ക് തുടങ്ങാൻ പോകുന്നു മൺഡേ എന്നുള്ള രീതിയിൽ. ഇനി സെയിം സിനാരിയോ തന്നെ ട്യൂസ്ഡേ ആണെന്ന് വിചാരിച്ചു. ട്യൂസ്ഡേ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു അനലൈസ് ചെയ്യും. വീക്ക്ലി അനലൈസ് ചെയ്ത പോലെ തന്നെ ഇപ്പോൾ മൺഡേയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ട്യൂസ്ഡേ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു 11:30 ആകുമ്പോൾ നൈറ്റ് 11:30 ആവുന്ന സമയത്ത് പ്രീവിയസ് ഡേയുടെ, അതായത് എൻ്റെ മൺഡേയിലെ ട്രേഡിനെ ഞാനൊന്ന് അനലൈസ് ചെയ്യും. അവിടെ എന്തായിരുന്നു എനിക്ക് പ്രശ്നം, ലോസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലോസ് വന്നത്, പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് പ്രോഫിറ്റ് വന്നു, ഈ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യും. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അല്ലേ? അപ്പോൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആക്ച്വലി ഷിഫ്റ്റ് ചെയ്യുന്നത്, എന്താണ് ആക്ച്വലി ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജീസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്വീക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് പിന്നെ നമ്മൾ ചെയ്യുന്നത് അടുത്ത ദിവസം, അതായത് ആ പർട്ടിക്കുലർ ഡേയിൽ ഈ അനാലിസിസ് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി ട്രേഡ് ചെയ്യാൻ പോകുന്ന ഡേ, ആ ആക്ച്വലി ട്രേഡ് ചെയ്യാൻ പോകുന്ന ഡേയിൽ ഒരു അറൗണ്ട് ഒരു മോർണിംഗ് ഒരു 7 o'clock ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 o'clock ഞാനൊരു 30 minutes ഒന്ന് നടക്കാൻ പോകും. അതെൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാണ്. അപ്പോൾ ഡെയിലി റൊട്ടീൻ്റെ ഭാഗം ഒന്ന് നടക്കുമ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആവും, നമ്മളൊന്ന് റിലാക്സ്ഡ് ആവും. അങ്ങനെയൊക്കെ ഒരു ഫീലിംഗാണ് എനിക്ക് ഉണ്ടാവാറുള്ളത്. നമ്മുടെ ഒരു എക്സസൈസിൻ്റെ പാർട്ടാണ് അത്. പലപ്പോഴും നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ നിയന്ത്രിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. എസ്പെഷ്യലി ഒരു ട്രേഡറിന് അങ്ങനെ ഒരു റൊട്ടീൻ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇനി ഒരു 7:30 ഞാനൊന്ന് നടന്നു കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നീട് ആ ദിവസത്തിൽ നമുക്ക് ഉണ്ടാവാൻ ആ ദിവസത്തിൽ ന്യൂസുകൾ ചെക്ക് ചെയ്യും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി ഞാനത് ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ചെക്ക് ചെയ്ത് വെച്ചേക്കുന്നത് 11:30 പ്രീവിയസ് ഡേയിൽ 11:30 ടൈമിൽ ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പുതുതായിട്ട് എന്തെങ്കിലും ന്യൂസ് നൈറ്റ് കഴിഞ്ഞ ദിവസം നൈറ്റ് 11:30 കഴിഞ്ഞ് ഈ ഒരു 7:30 വരെയുള്ള പീരീഡിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ടോ, അഡീഷണൽ ആയിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. അതുമാത്രമല്ല ഞാനൊരു അറൗണ്ട് ഒരു 40-45 ചെക്ക് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചെക്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ചെക്ക് ലിസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയൂ. ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ചെക്ക് ലിസ്റ്റ് അയച്ചു തരാം. ആ ചെക്ക് ലിസ്റ്റിൽ നോക്കിയിട്ട് ആ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യം കാണും, ടെക്നിക്കലായിട്ടുള്ള കാര്യം കാണും, സെൻറ്റിമെൻ്റലായിട്ടുള്ള കാര്യം കാണും. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു 40-45 പോയിൻറ്റ്സിൻ്റെ ചെക്ക് ലിസ്റ്റാണ്. ഈ ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യാൻ പോകുന്നത്, മാർക്കറ്റ് ബുള്ളിഷ് ഡയറക്ഷനിലാണോ, ബെയറിഷ് ഡയറക്ഷനിലാണോ, ട്രെൻഡിങ്ങിലാണോ, ട്രേഡിങ്ങിലാണോ എന്നുള്ള രീതിയിൽ ഞാൻ അതിനൊക്കെ മാപ്പ് ചെയ്ത് വയ്ക്കും. ഈ 45 പോയിൻറ്റ്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞതിൽ എനിക്ക് എൻ്റെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് അറിയാം ഏതൊക്കെ പോയിൻറ്റ്സിന് എന്തോരം കോൺഫിഡൻസ് ലെവലുണ്ടെന്ന്. ചിലതിന് നമുക്കൊരു 50% കാണുള്ളൂ, ചിലതിന് 75% കാണും, ചിലതിന് 80% കാണും, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ ഞാൻ എടുക്കുന്നത് യൂഷ്വലി ഒരു 50 അല്ലെങ്കിൽ ഒരു 60% മുകളിൽ കോൺഫിഡൻസ് ലെവലുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. ഈ 45 പോയിൻറ്റ്സിൽ നിന്ന് ആ ഒരു ലെവലിലോട്ട് മാറുമ്പോൾ ഒരു അറൗണ്ട് ഒരു 45 പോയിൻറ്റ്സിലൊരു 13 അല്ലെങ്കിൽ 15 പോയിൻറ്റ്സ് മാത്രമേ നമുക്ക് ബാക്കി ഫിൽട്ടർ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ കാണത്തുള്ളൂ. ഈ 15 പോയിൻറ്റ്സിൽ എൻ്റെ അനാലിസിസ് അനുസരിച്ച് മാർക്കറ്റ് മുകളിലോട്ടാണോ താഴോട്ടാണോ, ട്രെൻഡിങ് ആണോ, ട്രേഡിംഗ് ആണോ, ഇതിൻ്റെ ഡയറക്ഷൻ എന്താണ്, ബൈ ആണോ സെല്ലാണോ, ബൈയോ സെല്ലോ ആണെങ്കിൽ സ്ട്രോങ് ബൈ ആണോ, സ്ട്രോങ് സെല്ലാണോ, അല്ലെങ്കിൽ മീഡിയം റേഞ്ചിലുള്ളതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഈ പോയിൻറ്റ്സ് നോക്കി ഡിസൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ 15 പോയിൻറ്റ്സിൽ ഒരു 10 പോയിൻറ്റ്സും പറയുവാണ് ഇത് സെല്ലാണ്, 5 പോയിൻറ്റ്സ് പറയുന്നു ബൈ ആണ് എന്ന് പറയുന്നു എന്ന് വിചാരിച്ചു. ഞാൻ യൂഷ്വലി അവിടെ സെല്ല് തന്നെ ആയിരിക്കും ചെയ്യുക, ബൈയിലോട്ട് പോകാറില്ല. പിന്നെ അതിൻ്റെ കോൺഫിഡൻസ് ലെവലും കൂടെ നോക്കും. ഈ 5 പോയിൻറ്റ് ചിലപ്പോൾ 5 പോയിൻറ്റും 80% കോൺഫിഡൻസിലായിരിക്കും, 10 പോയിൻറ്റ് ഒരു അറൗണ്ട് 50 അല്ലെങ്കിൽ 60 കാണത്തുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഒരു ഡൗട്ട്ഫുൾ ആവും. ഒരു ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന രീതിയിൽ ഒരു ട്രേഡിംഗ് റേഞ്ചിൽ മാത്രം കളിക്കുന്ന രീതിയിലൊരു സ്ട്രാറ്റജി ആയിരിക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. നമ്മൾ പ്രീവിയസ് വീക്കിൽ അനലൈസ് ചെയ്തു, പ്രീവിയസ് വീക്കിൽ ആക്ച്വൽ ട്രേഡ് അനലൈസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന വീക്ക് എന്താണെന്നുള്ളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തൊരു അനാലിസിസ് ചെയ്തു. അതും കഴിഞ്ഞ ശേഷം ഇപ്പോൾ ആക്ച്വൽ ഒരു ഡേ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ, അതായത് മൺഡേ കഴിഞ്ഞിപ്പോൾ ട്യൂസ്ഡേ ആയിട്ട് ഉള്ള രീതിയിലാണെങ്കിൽ ട്യൂസ്ഡേയിൽ ഞാൻ ഇതേപോലെ പ്രീവിയസ് ഡേയുടെ അനലൈസ് ചെയ്യും. പിന്നെ ഇനി മൺഡേ ആ ഒരു ദിവസം ആവുകയാണെന്നുണ്ടെങ്കിൽ, ട്യൂസ്ഡേ ആ ഒരു ദിവസം ആവുകയാണെന്നുണ്ടെങ്കിൽ, ട്യൂസ്ഡേ ട്രേഡിങ്ങിൻ്റെ ആ ഒരു ടൈം ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8-8:30 ആ ഒരു ടൈമിലാണ് ചെയ്യുന്നത്. ആ 8-8:30 ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും. പിന്നെ കുറച്ച് പ്രീ മാർക്കറ്റ് വീഡിയോസ് ഞാൻ കാണും. എൻ്റെ മാത്രമല്ല മറ്റുള്ളവരുടെയും എന്തൊക്കെയാണ് വ്യൂസ് എന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് പ്രീ മാർക്കറ്റ് വീഡിയോസും കൂടെ കാണും, അതും ഞാൻ ചെയ്യാറുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും തന്നെ മാർക്കറ്റ് റണ്ണായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അനാലിസിസ് ചെയ്യാറില്ല. പകരം ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് റണ്ണാവുന്നതിന് മുന്നേ ഈ ഒരു അനാലിസിസ് ചെയ്ത് വയ്ക്കും. പിന്നെ ആ അനാലിസിസ് ചെയ്ത് വെച്ചതിന് ശേഷം ഡയറക്ഷൻ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏത് സ്പെസിഫിക് ലെവലിലാണ് ഞാൻ എൻട്രി ചെയ്യേണ്ടത്, എന്ത് സ്ട്രാറ്റജിയാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്, പിന്നെ ഏത് ലെവലിൽ ഞാൻ എൻട്രി ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഡിസൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ 23,500 ഞാൻ എൻ്റെ ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തത് ബൈ ആണ് എന്ന് വിചാരിച്ചു. ഞാൻ നിഫ്റ്റിയുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് 480 ലെവലിലാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 480-ൽ ഇനി ഞാനൊരു കോള് ബൈ ചെയ്തുകൊണ്ട് കയറണമോ, അതോ ഇനി കോള് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ട്രൈക്കിൽ സെല്ല് ചെയ്തുകൊണ്ട് കയറണമോ, എൻ്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്, അതോ ഇനി നേക്കഡായിട്ടുള്ള കോൾ ബൈ മതിയോ, ഇനി ഡെബിറ്റ് സ്പ്രെഡ്, ക്രെഡിറ്റ് സ്പ്രെഡ്, അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വേണോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നോക്കി വച്ചിരിക്കും. ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു 9-ലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് 9 to 9:10 അടുപ്പിച്ചാണ് മാർക്കറ്റ് അതിൻ്റെ പ്രീ മാർക്കറ്റ് ഓപ്പണിംഗ് സെഷൻ ഉള്ളത്. അപ്പോൾ ഈ പ്രീ മാർക്കറ്റ് ഓപ്പണിംഗ് സെഷനിൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീ മാർക്കറ്റ് ഓപ്പണിംഗ് സെഷനിൽ വാച്ച് ചെയ്യും എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുക എന്നുള്ളത്. മിക്കവാറും അതൊരു പ്രൈസിനൊരു ട്രെൻഡ് നമുക്ക് കാണിച്ചു തരും. ഒരു 60% ലെവലൊരു പ്രൈസിന് ട്രെൻഡ് കാണിച്ചു തരും.
യൂഷ്വലി ഒരു 500-ലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 500-ൽ നിന്ന് അതൊരു 400, 330 ഒക്കെ പോവും, പിന്നെയും തിരിച്ച് 450-ൽ പോവും, അല്ലെങ്കിൽ 500 റേഞ്ചിലോട്ട് പോവും. ഇത് കാണിക്കുന്ന മാർക്കറ്റിലൊരു ബെയറിഷ്നെസ് ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ 500-ൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഒരു 700 വരെ കാണിക്കും, പിന്നെ ഒരു 600-ലോട്ട് വരും, പിന്നെ 550-ൽ വന്ന് എൻഡ് ചെയ്യും, പിന്നെയും 650-ൽ വരും. ഇങ്ങനെയാണെങ്കിൽ ഒരു ബുള്ളിഷ് ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ജസ്റ്റ് ഒരു വ്യൂ ആണ്. അതൊരു ജസ്റ്റ് ഒരു വ്യൂ മാത്രമാണ്, പക്ഷേ നമുക്കൊരു എയർലി ഇൻഡിക്കേഷനാണ്. അപ്പോൾ ഇതും ഒന്ന് വാച്ച് ചെയ്യും. മാർക്കറ്റിൻ്റെ പ്രീ മാർക്കറ്റിലുള്ള ലെവൽസ് എവിടെയാണ്, ഏതുവരെ പോയി, ഏതുവരെ മാർക്കറ്റ് മൂവ് ചെയ്തു, ഇങ്ങനെയുള്ള ലെവൽസ് കൂടെ മനസ്സിലാക്കും. ഇതും കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ എൻ്റെ ബ്രോക്കറിൻ്റെ അക്കൗണ്ടെല്ലാം ഇതിന് മുന്നേ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ തന്നെ ഓപ്പൺ ചെയ്ത് വെച്ച് എൻ്റെ സ്ട്രാറ്റജി എടുത്ത് വെച്ച് ബൈ ഓർഡറിനുള്ള വിൻഡോ വരെ എടുത്ത് വെച്ചിട്ടായിരിക്കും ഞാൻ ഇരിക്കുക. അപ്പോൾ എനിക്ക് വേണ്ടത് ഇനി മാർക്കറ്റ് ഞാൻ ഉദ്ദേശിച്ച ആ ലെവലുകളിൽ വന്നാൽ എനിക്കറിയാം ഏതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്, ഏതാണ് എൻ്റെ ടാർഗറ്റ്, എന്ത് സ്ട്രാറ്റജിയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എപ്പോൾ അപ്ലൈ ചെയ്യണം. ജസ്റ്റ് ഒന്ന് ബൈ പ്ലേസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സെൽ പ്ലേസ് ചെയ്താൽ മതി, അത് മാത്രമേ ഉള്ളൂ. ഇനി ഞാനിതെല്ലാം ചെയ്തു, ഞാൻ ബൈ അല്ലെങ്കിൽ സെല്ലിലോട്ട് എൻ്റർ ചെയ്തു, ഞാനിത് ബൈ പ്ലേസ് ചെയ്തു, സെൽ പ്ലേസ് ചെയ്തു എന്ന് കരുതുക. അവിടെ തീർന്നില്ല. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്, മാർക്കറ്റിൻ്റെ പ്രീവിയസ് ക്ലോസിലുള്ള ഡേറ്റ വെച്ചാണ് നമ്മൾ അനലൈസ് ചെയ്തേക്കുന്നത്. പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ന്യൂസിൻ്റെ ബേസിലുമാണ് അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാർക്കറ്റ് ലൈവായിട്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 45 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ചെക്ക് ലിസ്റ്റ് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റിൽ ലൈവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അറൗണ്ട് ഒരു 15, ഒരു 18, 16 ആ ഒരു റേഞ്ചിൽ ഉള്ള ഒരു ഡേറ്റ കാണും ലൈവ് മാർക്കറ്റിൽ. ഫോർ എക്സാമ്പിൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം, പിന്നെ CPE എന്ന് പറയുന്ന സാധനം, ഇനി ഓർഡർ ഫ്ലോയിൽ വരുന്ന ചേഞ്ചസ്, ഇതെല്ലാം ലൈവായിട്ട് വരുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ ഈ ചേഞ്ചസ് ഞാൻ ആൾറെഡി അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പ്രീവിയസ് മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ക്ലോസിങ്ങിൻ്റെ ബേസിലാണ്. പക്ഷേ ലൈവ് മാർക്കറ്റ് അനുസരിച്ച് ഇത് മാറിയിട്ടുണ്ടാവും ഇന്ന്. ഞാൻ പക്ഷേ പൊസിഷനിൽ ആൾറെഡി എൻ്റർ ചെയ്തു. കാരണം ഞാൻ അപ്പോൾ നേരത്തെ എൻ്റർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയാണ്. മിക്കവാറും ഉള്ള എല്ലാ ഡേയിലും ഒരു ട്രേഡ് പൊസിഷനെങ്കിലും എടുക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ എൻ്റർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ലേറ്റായിട്ട് വേണമെങ്കിൽ എടുക്കാം, ഒരു 10 മണി ആ ഒരു ടൈമിലൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് എടുക്കാം, അത് പ്രശ്നമില്ല. അപ്പം ഞാൻ ആൾറെഡി എൻ്റെ ഒരു എൻട്രി എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 9:15 to 9:20 അല്ലെങ്കിൽ 9:25 ആ ഒരു റേഞ്ചിനകത്ത് തന്നെ ഞാൻ എൻ്റർ ആയിരിക്കും. മാർക്കറ്റ് ഫേവറബിൾ ആണ്, എൻ്റെ സെറ്റപ്പൊക്കെ അനുസരിച്ചാണ് ഇത് വരുന്നതെങ്കിൽ. ഇല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യും. യൂഷ്വലി അതിനകത്ത് തന്നെ മാർക്കറ്റ് വരാറുണ്ട്. അപ്പോൾ ഞാൻ ആ സെറ്റപ്പിൽ എൻ്റർ ചെയ്യും. ഇനി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതേ ഈ 45 പോയിൻറ്റ്സിൽ ലൈവ് മാർക്കറ്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഡേറ്റാസ് ഉണ്ടല്ലോ, ആ ചേഞ്ച് ചെയ്യുന്ന ഡേറ്റാസിനെ മാത്രം ഞാൻ ഒന്നും കൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യും. കാരണം അതിൻ്റെ ഒരു ഇൻപുട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ആ ഡേറ്റയെ റീവിസിറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കും അത് ബൈയിലാണോ സെല്ലിലാണോ എന്താണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ പോയിൻറ്റിൻ്റെയും മനസ്സിലാക്കും. ഓരോ പോയിൻറ്റിൻ്റെയും മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഒന്നുകൂടെ അസസ് ചെയ്യും എൻ്റെ ഇയർലിയർ ആയിട്ടുള്ള അനാലിസിസിന് മാച്ച് ചെയ്ത് തന്നെയാണോ മാർക്കറ്റ് ഓപ്പണായി എപ്പോഴുള്ള എൻ്റെ ഒരു വ്യൂ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ വ്യൂ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഇയർലിയർ ബൈ ആയിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനുള്ള ഡേറ്റ അനലൈസ് ചെയ്തിട്ട് കൺസോളിഡേറ്റഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഞാൻ അപ്പോഴും ബൈ വ്യൂവിലാണെങ്കിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യും എൻ്റെ പൊസിഷനിൽ. അപ്പോഴും സ്റ്റോപ്പ് ലോസ് എല്ലാം എനിക്ക് കാണും, ടാർഗറ്റും എല്ലാം എനിക്ക് കാണും, പക്ഷേ ഞാൻ എൻ്റെ പൊസിഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇതല്ല ഇനി കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു വ്യൂ ആണ് ക്രിയേറ്റ് ആവുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ ഞാൻ ആൾറെഡി മാർക്കറ്റിൽ ബൈ പൊസിഷനിലായിരുന്നു 9:30 മുമ്പ്. പക്ഷേ 9:30 കഴിഞ്ഞിട്ട് ഉള്ള എൻ്റെ അനാലിസിസിൽ നിന്ന് ക്രിയേറ്റ് ആയിരിക്കുന്ന വ്യൂ സെൽ പൊസിഷനാണ് പറയുന്നതെങ്കിൽ ഞാനൊരു കോസ്റ്റിൽ മാക്സിമം എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ലോസ് ലെവലും അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസിൻ്റെ ബേസ് ലെവലും എക്സിറ്റ് ആവാനായിട്ട് ശ്രമിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ചെയ്യുക എന്നുള്ളത്, ഞാൻ ഒരിക്കലും ഒരു 1:1.5 അല്ലെങ്കിൽ 1:2 എന്നുള്ള മാത്തമാറ്റിക്കലി രീതിയിലുള്ള ഒരു റിസ്ക് റിവാർഡ് സെറ്റ് ചെയ്യാറില്ല, അതിൻ്റെ ബേസിൽ ട്രേഡ് ചെയ്യാറില്ല. പകരം മാർക്കറ്റ് എന്താണ് ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ലെവൽസിൻ്റെ ബേസിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. മാർക്കറ്റിലൊരു സൈക്കോളജിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു 80 to 20 റേഞ്ച് മാർക്കറ്റിലൊരു സൈക്കോളജിക്കൽ ലെവലായിരിക്കും. അതായത് 480 to 520. ഇതുപോലെ എവിടെയാണെന്നുണ്ടെങ്കിലും അത് 580 to 620 ആവാം, അല്ലെങ്കിൽ 680 to 720 ആവാം. ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ ലെവൽസ് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഈ സൈക്കോളജിക്കൽ ലെവൽസ് അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് ക്ലിയർ കട്ടായിട്ട് അത് ക്രോസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ക്രോസ് ചെയ്തതിന് ശേഷം ബൗൺസ് ബാക്ക് ചെയ്ത് താഴെ വരുന്നുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും എൻ്റെ ട്രേഡ് എക്സിറ്റോ അല്ലെങ്കിൽ എൻട്രിയോ ഒക്കെ ഞാൻ ഡിസൈഡ് ചെയ്യാം. അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്.
അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തു. ഇനി എൻ്റെ ട്രേഡ് മേ ബി പ്രോഫിറ്റിലായിരിക്കും, ചിലപ്പോൾ ലോസിലായിരിക്കും. ഇത് പിന്നെ എൻ്റെ ഈ മൊത്തം സൈക്കിൾ ഒന്നേന്ന് ഇതുപോലെ തന്നെ റൊട്ടേറ്റ് ആവും. നെക്സ്റ്റ് ഡേ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഡേ അല്ല, മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ചെയ്യും. അതായത് എൻ്റെ മിസ്റ്റേക്സുകൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അനലൈസ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം അതൊരു 11 അല്ലെങ്കിൽ 11:30 അതിന് മുന്നേ ആയിരിക്കും ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മാർക്കറ്റിന് വേണ്ടിയുള്ള അനാലിസിസ് അതൊരു 11-11:30 ടൈമിൽ ചെയ്യും. ന്യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കും, പിന്നെ ഓരോരോ ചെക്ക് പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കും. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേയിൽ ഞാനൊരു 30 മിനിറ്റ്സ് നടക്കാൻ പോകും. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 8 o'clock ഒക്കെ, ഒരു 8:30 8 o'clock ഒക്കെ ആവുന്നൊരു സമയത്ത് ഞാൻ മാർക്കറ്റിനെ ഒന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യും. എന്താണ് ശരിക്കും ഡേറ്റയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് കറക്റ്റാണോ പ്രോപ്പറാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം. അതും കഴിഞ്ഞ് പിന്നെ ഒരു 9 മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ പ്രീ മാർക്കറ്റ് സെഷൻ ഞാൻ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും, മാർക്കറ്റിൻ്റെ റേഞ്ച് മനസ്സിലാക്കാനായിട്ട്. അത് കഴിഞ്ഞൊരു 9:15 to 9:20-25 ഉള്ള സമയത്ത് എൻ്റെ സെറ്റപ്പ് അനുസരിച്ച് മാർക്കറ്റ് ആ ഒരു പെർവിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ട്രേഡ് എൻട്രി നടക്കും. ഇനി വന്നാലും വന്നില്ലെങ്കിലും ട്രേഡ് എൻട്രി നടന്നാലും ഇല്ലെങ്കിലും ഒരു 9:30-9:45 ആ ഒരു ടൈമിൽ ഞാൻ ഒന്നും കൂടെ ഈ ഒരു 45 പോയിൻറ്റ്സ് ഉള്ള ചെക്ക് ലിസ്റ്റിൽ ഒന്നും കൂടെ വാച്ച് ചെയ്യും, ഒന്നും കൂടെ ചെക്ക് ചെയ്യും, എൻ്റെ വ്യൂസ് കറക്റ്റാണെന്നുള്ളത് കൺഫേം ചെയ്യും. ഇതൊക്കെയാണ് ഞാൻ യൂഷ്വലി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ബേസിക്കായിട്ടൊരു ട്രേഡിംഗ് എന്നുള്ള ഒരു ട്രേഡിംഗ് റൊട്ടീനായിട്ട് ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ ഓരോ വീക്ക് വൈസായിട്ട് വീക്ക് വൈസോ അല്ലെങ്കിൽ മന്ത് വൈസോ ആയിട്ട് ഞാൻ എൻ്റെ ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. അത് ഞാൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഷീറ്റ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന് എങ്ങനെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ആ ഷീറ്റിൽ ഞാൻ എൻ്റർ ചെയ്യും. അത് എത്ര പെർസെൻറ്റേജ് റിട്ടേണിലാണ് പോകുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കും. എന്തെങ്കിലും ഡിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡെൽറ്റ വേരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എൻ്റെ ആവറേജ് റിട്ടേൺ കുറഞ്ഞു വരുന്നൊരു സിനാരിയോ ആണ് എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെ ട്രേഡിങ് ഈസി ആയിട്ട് തോന്നുമെങ്കിൽ അത് അത്ര ഈസി ഒന്നുമല്ല. നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്, ഡെഫിനറ്റ്ലി നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയാമോ? നമ്മൾ മാർക്കറ്റിൽ ഒരു 50%-ന് മുകളിൽ, ഒരു 70% ഒന്നും പറയാം, 70%-ന് മുകളിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും എങ്ങനെയാണ് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നത്, ആ ഒരു ദിവസമാണ് എൻട്രി ചെയ്യുന്നത്. അവർ അങ്ങനെ നോക്കുന്നു, ആ ദിവസത്തിൽ അവർക്ക് അപ്പോൾ ഇമ്പൾസായിട്ട് തോന്നുന്നൊരു ട്രേഡാണ് ചെയ്യുന്നത്. നമ്മളിതിന് മുന്നേ മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് വെച്ചാൽ നമ്മൾ അത്രയും പ്രിപ്പയർഡാണ്. നിങ്ങൾക്ക് എക്സാമിൻ്റെ ദിവസം നിങ്ങൾ പോയി എക്സാം എഴുതുന്നു വെച്ചോളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? എക്സാമിൻ്റെ ദിവസം തന്നെ പോയി എക്സാം എഴുതി, ഒന്നും പഠിക്കാതെ പോയി എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, നിങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് അങ്ങ് എഴുതിക്കൊണ്ടിരിക്കുന്നു, എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ അതിന് പകരം നിങ്ങളൊരു ഒരാഴ്ച പഠിച്ചു അല്ലെങ്കിൽ ഒരു മാസം പഠിച്ചു, ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി, എന്നിട്ട് പോയി ഒന്ന് എഴുതി നോക്കൂ. അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങും. ട്രേഡിങ്ങിന് ഓരോ ദിവസവും നിങ്ങൾക്ക് എക്സാമാണ്, നിങ്ങളുടെ റിസൾട്ട് അത് എല്ലാ ദിവസവും തരും. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷനാണ് ട്രേഡിങ് തരുന്നത്, അല്ലേ? അപ്പോൾ അത് നിങ്ങൾ പ്രിപ്പയർഡായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു 70%-ന് നിങ്ങൾ അപ്പം തന്നെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു 30%-ഏ ഉള്ളൂ. ഈ 30%-ൽ കുറച്ച് റീറ്റെയിൽ ട്രേഡേഴ്സ് കാണും, കുറച്ച് പ്രോ ട്രേഡേഴ്സ് കാണും, പിന്നെ അതായത് പ്രോ ഡെസ്ക് കാണും, പിന്നെ കുറച്ച് FIs-ഉം DIs-ഉം പോലുള്ള ട്രേഡേഴ്സും കാണും. അപ്പോൾ മറ്റു പല സ്ട്രാറ്റജീസും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യൂസ് ചെയ്തും മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തും ഒക്കെ നിങ്ങൾക്ക് പതിയെ ഓരോ ലെവൽ ബൈ ലെവലായിട്ട് നിങ്ങൾ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവാൻ സാധിക്കും. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് അല്ല, ഒരു ഡിസ്ക്രീറ്റ് ട്രേഡിംഗ് ആണ്. ഒരു ഡിസ്ക്രീറ്റ് ട്രേഡിംഗ് ആയതുകൊണ്ട് തന്നെയാണ് ഞാനൊരു 40-45 അല്ലെങ്കിൽ 50 പോയിൻറ്റ്സിലുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ഒരു വ്യൂ പല ദിവസങ്ങളിൽ പലതായിരിക്കും. ഇന്നത്തെ വ്യൂ ആയിരിക്കില്ല നാളത്തെ വ്യൂ, അത് മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ അനുസരിച്ച് മാറും. ഞാൻ ഇതിനെ അനലൈസ് ചെയ്യുന്നതനുസരിച്ച് മാറും. എനിക്ക് മേ ബി ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻറ്റ്യൂഷൻ കാണും, ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഞാൻ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ എനിക്കതിനകത്ത് ക്ലാരിറ്റി കിട്ടും. ഈ ഇൻറ്റ്യൂഷൻ ഓക്കെ, പക്ഷേ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ ഡേറ്റ മേ ബി വേറൊരു പിക്ചറായിരിക്കും പറയാം, അല്ലെങ്കിൽ എൻ്റെ ഇൻറ്റ്യൂഷനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും പറയാം. ഞാൻ റോങ് സൈഡ് പോകാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി വളരെ വളരെ കുറയും. പിന്നീട് എൻ്റെ ട്രേഡിംഗ് സൈക്കോളജി കുറച്ച് ബെറ്റർ ആക്കാനായിട്ട് ഞാൻ യൂഷ്വലി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീമിയം ഉള്ള സമയങ്ങളിൽ നമുക്കിപ്പോൾ ഒരു എക്സ്പയറി ആണല്ലോ ഉള്ളത്, യൂഷ്വലി നമുക്ക് ഫ്രൈഡേ, മൺഡേ, അതുപോലെ തന്നെ ട്യൂസ്ഡേ, ഈ 3 ദിവസങ്ങളിൽ അത്യാവശ്യം നമുക്ക് പ്രീമിയം ഉള്ള ഡേയ്സാണ്. ഈ ഡേയ്സിൽ ഞാൻ ഓപ്ഷൻ ബൈ നോക്കാറില്ല, ഓപ്ഷൻ സെല്ലായിരിക്കും നോക്കുക.
ഇനി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് കുറച്ച് അടിച്ചാൽ എനിക്ക് കിട്ടും, അവിടെ പ്രീമിയം ഉണ്ടല്ലോ, പ്രീമിയം ഡി കെ ആയി പൊയ്ക്കോളും. ഇനി വെനസ്ഡേയും തേഴ്സ്ഡേയും, എസ്പെഷ്യലി തേഴ്സ്ഡേയിൽ ഞാൻ അങ്ങനെ ഓപ്ഷൻ സെല്ല് നോക്കാറുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഒരു ഓപ്ഷൻ ബൈക്ക് ഒരു ചാൻസ് ഉണ്ടെങ്കിൽ, അതായത് മാർക്കറ്റ് ഒരു ഫോഴ്സ്ഫുള്ളി മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഇങ്ങനെ ഒരു സിനാരിയോ ആണെങ്കിൽ ഞാൻ ഓപ്ഷൻ ബൈക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്യും. കാരണം അവിടെ പ്രീമിയം വളരെ കുറവാണ്, പോയാലും കുറച്ചേ പോകത്തുള്ളൂ, കിട്ടിയാൽ നമുക്കൊരു ടൺ കണക്കിന് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മെക്കാനിസം എന്താണ്, നിങ്ങളുടെ മെത്തേഡ് എന്താണ്, നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ട്, ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ട്രേഡിംഗ് ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഡെഫിനറ്റ്ലി ഒരു ട്രേഡിംഗ് ചെക്ക് ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഒത്തിരി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ട്രേഡിംഗ് ചെക്ക് ലിസ്റ്റാണത്. ഇത് ഞാൻ എൻ്റെ അറൗണ്ട് ഒരു 15-20 ഇയേഴ്സിൻ്റെ ട്രേഡിംഗ് കരിയറിൽ പല സാധനങ്ങൾ, അടവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പയറ്റി അവസാനം മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമുക്ക് ട്രേഡിങ്ങിൽ ഒരു പ്രോപ്പറായിട്ട് നമുക്കൊരു വ്യൂ വേണം. നമ്മുടെ അനലൈസിൻ്റെ ബേസിൽ, നമ്മുടെ അനാലിസിസിൻ്റെ ബേസിൽ നമുക്കൊരു പ്രോപ്പർ വ്യൂ വേണം. ആ വ്യൂ ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ടക്ക് എന്ന് പറഞ്ഞ് നടക്കും. നിങ്ങൾ ട്രേഡിങ്ങിൽ പഠിക്കുന്ന ഒന്നും തന്നെ വേസ്റ്റ് അല്ല. നിങ്ങളിപ്പോൾ സിമ്പിൾ മൂവിങ് ആവറേജ് പഠിച്ചാലും ബോളിഞ്ചർ ബാൻഡ് പഠിച്ചാലും, പലരും പറയും ഓക്കെ നിങ്ങൾ സ്മാർട്ട് മണി കൺസെപ്റ്റാണ് പഠിക്കേണ്ടത്, മറ്റത് പഠിക്കേണ്ട. അങ്ങനെയൊന്നുമില്ല. എന്ത് പഠിച്ചാലും, ഫിബൊനാച്ചി പഠിച്ചാലും എന്ത് പഠിച്ചാലും യൂസ്ഫുള്ളാണ്. പക്ഷേ നിങ്ങൾക്കൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. വ്യൂ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം കൊണ്ടുള്ള ഉപയോഗം നിങ്ങൾക്ക് പതുക്കെ കിട്ടിക്കൊള്ളും. നിങ്ങളുടെ ട്രേഡിംഗ് സസ്റ്റൈനബിളായിട്ട് മാറും. ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. റീറ്റെയിൽ ട്രേഡേഴ്സായ നമുക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ FIs മാത്രം ഈ മാർക്കറ്റിൽ കളിച്ച് നടക്കേണ്ടല്ലേ, നമുക്കും ചെയ്യാൻ പറ്റും. നമുക്ക് അവരെ ബീറ്റബിളാണ്. നമ്മൾ പക്ഷേ പ്രിപ്പയർഡ് ആയിരിക്കണം. അവർ പ്രിപ്പയർഡാണ്, നമ്മൾ പ്രിപ്പയർഡ് അല്ല. അവർ പ്രിപ്പയർഡ് മാത്രമല്ല, അവർക്ക് മണി പവറും കൂടെ ഉണ്ട്. നമുക്ക് മണി പവർ ഇല്ല എന്നുള്ള സത്യമാണ്. പക്ഷേ ഇന്ന് ടൂൾസ് എല്ലാം അവൈലബിൾ ആണ്, ഒത്തിരി ടൂൾസ് അവൈലബിൾ ആണ്. FIസിൻ്റെ മൂവൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അവർ നമ്മളെ ട്രിക്ക് ചെയ്യാൻ നോക്കും, പക്ഷേ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്, പ്രിപ്പയർഡ് ആണെങ്കിൽ ആ കുഴയ്ക്കുന്ന ചോദ്യങ്ങളൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം തന്നെ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ട്രേഡിംഗ്. എല്ലാവരും നല്ലപോലെ ട്രേഡ് ചെയ്യട്ടെ. അവരവരുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം ട്രേഡിങ്ങിലൂടെ നേടിയെടുക്കട്ടെ. നമുക്കുടനെ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.